Hello, this is ASR from RKNX. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് 2 മാർക്ക് നേടാം. Identify the syndrome and write the genotype. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് ഏത് സിൻഡ്രോം ആണ് and അതിന്റെ ജീനോടൈപ്പ് ചോദിച്ചിട്ടുണ്ട് ട്ടോ. ഓക്കേ, അപ്പോൾ മക്കളെ നോക്കിക്കേ, ഇത് ഏത് സിൻഡ്രോം ആണെടാ? ഇത് ഡൗൺസ് സിൻഡ്രോം ആണ് അല്ലേ? ഇത് ഡൗൺസ് സിൻഡ്രോം ആണ്. ജീനോടൈപ്പ് എന്താ വരുന്നത്? നമുക്കറിയാം ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമി 21 ആണ്. അതായത് 21ാമത്തെ ജോഡി ക്രോമസോമിന്റെ പെയറിൽ ഒരു എക്സ്ട്രാ ക്രോമസോം വന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ ജീനോടൈപ്പ് എങ്ങനെയാ വരുന്നത്? 45A അല്ലെ? ഓട്ടോസോമൽ ട്രൈസോമി ആണ്. ഓക്കെ, അപ്പൊ അതായത് ഓട്ടോസോമിലാണ് 21ാമത്തെ ജോഡി ഓട്ടോസോമിൽ ഒരു എക്സ്ട്രാ ക്രോമസോം വന്നിരിക്കുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഓട്ടോസോംസ് എത്ര വരും? 44ന് പകരം 45 വരും. 45A പ്ലസ് സെക്സ് ക്രോമസോമിന് പ്രശ്നങ്ങളൊന്നുമില്ല. XX or XY കണ്ടീഷൻ ആണ് വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് അപ്പൊ എത്രയാണ്? 46 അല്ല, 47 ആണ്. It occurs in both sexes, male and female. Write the reason. അതായത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് സ്ത്രീയിലും പുരുഷനിലും കാണുന്നുണ്ട്. കാരണം എന്താണെടാ? കാരണം സെക്സ് ക്രോമസോമിൽ തകരാറുകൾ ഒന്നുമില്ല. ഓട്ടോസോമൽ ട്രൈസോമി ആണ് ഡൗൺ സിൻഡ്രോമിന് കാരണം അല്ലെ? അതായത് 21st പെയർ ഓഫ് ഓട്ടോസോമിലാണ് ഒരു എക്സ്ട്രാ ക്രോമസോം കാണപ്പെടുന്നത്. സോ ഇതെന്താണ്? ഓട്ടോസോമൽ ട്രൈസോമി ആണ് കേട്ടോ. ഓട്ടോസോമൽ ട്രൈസോമിയാണ്. സെക്സ് ക്രോമസോമിന് പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഇറ്റ് ഇസ് സീൻ ബോത്ത് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിന്റെ ജീനോടൈപ്പ് എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്യാം.